സർക്കാർ സഹായത്തിനായി കാത്തുനിൽക്കാതെ സ്വന്തം ജനതയ്ക്ക് വീടൊരുക്കാൻ മണ്ണാർക്കാട് നഗരസഭ. ആരുടെയും അനുമതി കാക്കാതെ 165 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഓരോ വാർഡിലും 5 വീടുകൾ വീതം നിർമ്മിച്ച് 4 ലക്ഷം രൂപ വീതം പൂർണ്ണമായും നഗരസഭ തന്നെ വഹിക്കും. ഏകദേശം 6 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതിക്ക് വായ്പ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ നഗരസഭ തേടും. ആദ്യ ഗഡുവായി 40,000 രൂപ ഉടൻ തന്നെ വിതരണം ചെയ്യും. ഇത് കേവലം ഒരു പദ്ധതിയല്ല, മണ്ണാർക്കാടിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പോഴും MOU സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇനി കാത്തു നിൽക്കാൻ വയ്യ. അപ്പൊ നമ്മൾക്ക് ഇനി ആകെ 2-3 മാസങ്ങളുള്ളൂ. ഈ ലിസ്റ്റ്, അന്തിമ ലിസ്റ്റ് ഇപ്പൊ നമ്മുടെ വാർഡ്സഭയിൽ വന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അത് ഈ 142 പെടാത്ത വാർഡുകളില് നമ്മളന്ന് പറഞ്ഞിരുന്നു 5-ൽ കുറയാത്ത വീടുകൾ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഈ ലിസ്റ്റ് അന്തിമമായി ഒരു 165 വീടെങ്കിലും, അപ്പൊ എല്ലാം ഉൾപ്പെടുകയില്ല. 142 3-4 വാർഡാണത് തീരെ ഇല്ലാത്തത്. അപ്പൊ മിനിമം 5 വീടെങ്കിലും ഒരു വാർഡിൽ കിട്ടത്തക്ക രൂപത്തിൽ നമ്മൾ ഈ ലിസ്റ്റ് ക്രമീകരിച്ച് അതിൽ നിന്ന് അന്തിമ അംഗീകാരം കൊടുക്കുകയാണ്. ഇനി 4 ലക്ഷം രൂപയും മണ്ണാർക്കാട് നഗരസഭ മുഴുവനായിട്ട് കൊടുക്കും. എന്നാൽ 5 വർഷം മുൻപേ തങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചതാണെന്നും ഇപ്പോഴത്തെ തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും CPM കൌൺസിലറും ലോക്കൽ സെക്രട്ടറിയുമായ മൻസൂർ കുറ്റപ്പെടുത്തി. ഇപ്പൊ ലൈഫ് പദ്ധതിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും പറയട്ടെ, നിങ്ങള് ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് നമ്മൾ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഞങ്ങൾ 5 കൊല്ലം മുൻപ് പറഞ്ഞുകൂടി എല്ലാവർക്കും 3 പറയുന്നത് 1 കൊല്ലം മുൻപ് ഇതിന് സർക്കാരിലേക്ക് അയച്ചതാണ്. ആ 1 കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലേ? അപ്പൊ ആളുകളുടെ മണ്ണാർക്കാട്ടേലും ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് അറിയാം എന്നും കൂടി സൂചിപ്പിക്കാല്ലേ. എന്നാൽ വീട് നൽകുന്ന വിഷയത്തിൽ CPM രാഷ്ട്രീയം കലർത്തുകയാണെന്ന് കൌൺസിലർ ഷെഫീഖ് റഹ്മാൻ തുറന്നടിച്ചു. ഇതേ തീരുമാനം മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ കൂടിയെടുത്ത തീരുമാനം കൌൺസിലിക്ക് വന്ന് മുഴുവൻ സംഖ്യയിൽ 4 ലക്ഷം രൂപയും നഗരസഭ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു പോയി. അത് പ്രകാരം സർക്കാരിലേക്ക് കത്തയച്ച് ജില്ലാ മിഷനിലേക്ക് കത്തയച്ചിട്ട് ഈ നിമിഷം വരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പൊ നടക്കാൻ ഏകദേശം ഐക്യകണ്ഠനെ വീണ്ടും ഇവിടെ തീരുമാനം എടുത്തപ്പോ രാഷ്ട്രീയ പ്രേരിതം എന്ന് ഉദ്ദേശിച്ച വാക്ക് സത്യത്തിൽ ഇവരാണ് ചെയ്യുന്നത്. ഈ ലൈഫ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഏറ്റവും ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഇവര്. കാരണം ഇത് നടപ്പിലാക്കിയ ഇവർ പറഞ്ഞ ഉദ്ദേശം തിരിച്ചടിയാവും. കാരണം സർക്കാർ തരാത്തത് കൊണ്ട് നമ്മൾ മുഴുവൻ സംഖ്യ നമ്മൾ കൊടുക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CPM ആണെന്നും ഷെഫീഖ് റഹ്മാൻ കൂട്ടിച്ചേർത്തു. കേരള കേന്ദ്ര സർക്കാരുകൾ വീട് നൽകാൻ പണം നൽകിയില്ലെങ്കിലും മണ്ണാർക്കാട്ടെ പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ നട്ടെല്ലുള്ള ഭരണസമിതിയാണ് മണ്ണാർക്കാടുള്ളതെന്ന് കൌൺസിലർ അരുൺകുമാർ പാലക്കുർശി പറഞ്ഞു. മണ്ണാർക്കാട്ടെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ നട്ടെല്ലുള്ള ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് ഈ നഗരസഭയുടെ ചെയർമാൻ തീരുമാനിച്ചു. ഇനി ജനങ്ങളോട് കൃത്യമായി പറയാം, ഈ കൌൺസിലർമാർക്ക് ഞങ്ങൾ വീട് കൊടുത്ത് ആദ്യത്തെ 40,000 രൂപ അവരുടെ കയ്യിൽ എത്തിച്ചിട്ട് ഈ നഗരസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് തീരുമാനത്തോടു കൂടി പറയാം. CCN മണ്ണാർക്കാട്.